ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസി സമൂഹമേ, വിശുദ്ധ വലിയ നോമ്പ് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ക്രിസ്തുവിനെ അനുസരിക്കുവാൻ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള അവസരങ്ങളാണ്. ഓരോ ദിവസത്തെയും വേദവായനകളും ആരാധനയും അതിന് നമ്മെ പ്രാപ്തരാക്കുന്നു. ഇന്നത്തെ വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് യേശുദമ്പുരാൻ ദേവാലയത്തിലിരിക്കുന്നതും യേശുവിടെ 3 കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതായും നാം കാണുകയാണ്. ഒന്നാമതായി മെശിഹായെക്കുറിച്ചുള്ള തെറ്റായ ധാരണ, രണ്ടാമതായി മതഭക്തിയുടെ തെറ്റായ രൂപം, മൂന്നാമതായി മൗത്വത്തിൻ്റെ തെറ്റായ അർത്ഥം. ഈ 3 തെറ്റായ ധാരണകളിലേക്ക് യേശുദമ്പുരാൻ ചോദ്യം ചെയ്യുകയാണ്. ഒന്നാമത് മെശിഹായെക്കുറിച്ചുള്ള തെറ്റായ ധാരണ. ശാസ്ത്രിമാർ പഠിപ്പിച്ചത് മെശിഹ ദാവീദിൻ്റെ പുത്രനാണ്. അതൊരു സത്യമാണ്. എന്നാൽ അവർക്ക് തങ്ങളുടെ മുമ്പിലുള്ള മെശിഹായെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അപ്പോഴാണ് യേശുദമ്പുരാൻ 110-ാം സങ്കീർത്തനം ഉദ്ധരിക്കുന്നത്. കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ദാവീദ് പറയുന്നു. ദാവീദ് തന്നെയാണ് മെശിഹായെ കർത്താവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവൻ ദാവീദിൻ്റെ പുത്രൻ മാത്രമല്ല, അവൻ ദാവീദിൻ്റെ കർത്താവുമാണ്. മെശിഹ മനുഷ്യനും ദൈവവുമാണ്. ജഡത്തിൽ ദാവീദിൻ്റെ പുത്രൻ, ദൈവികതയിൽ ദാവീദിൻ്റെ കർത്താവ്. യേശു നമ്മുടെ ജീവിതത്തിൽ ആരെന്നുള്ള ചോദ്യം നാം ചോദിച്ചു കൊണ്ടേയിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് മതഭക്തിയുടെ തെറ്റായ രൂപമാണ്. ഇത് ഉദ്ദേശിച്ചിരിക്കുക ശാസ്ത്രിമാരെക്കുറിച്ചാണ്. ശാസ്ത്രിമാരെക്കുറിച്ച് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് യേശുദമ്പുരാൻ നൽകുന്നത്. നിലയെങ്കി ധരിച്ചു നടക്കുന്നവരും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്നവരുമായ ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും. അവർക്ക് വേണ്ടത് ദൈവമല്ല, മറിച്ച് ജനങ്ങളുടെ കയ്യടി, പ്രശംസ, അംഗീകാരം. ഇത് അവരുടെ കാപട്യത്തെ വെളിവാക്കുന്നു. പുറത്ത് വിശുദ്ധർ, എന്നാൽ ഉള്ളിൽ സ്വാർത്ഥർ. ദീർഘപ്രാർത്ഥന നടത്തുന്ന അവർ ചിലപ്പോൾ വിധവകളുടെ വീടുകളെ വിഴുങ്ങുന്നു. പ്രകടനപരമായ പ്രാർത്ഥനകൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അംഗീകാരം നേടുവാനും ഉപകരിച്ചേക്കാം. ചില പ്രാർത്ഥനകൾ ദൈവത്തേക്കാൾ മൈക്കിനോടാണ് പറയുന്നത് എന്ന് തോന്നും. ഇത് കാപട്യമാണ്. അവർക്ക് അധിക ശിക്ഷ ഉണ്ടാകും. ഇത് പഠിപ്പിക്കുന്നത് ന്യായവിധിയിൽ സമത്വമില്ല. അറിവും ഉത്തരവാദിത്വവും കൂടുതലായാൽ വിധിയും കടുമേറുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി മൗത്വത്തിൻ്റെ തെറ്റായ അർത്ഥത്തെക്കുറിച്ച് യേശുദമ്പുരാൻ പഠിപ്പിക്കുകയാണ്. യേശു പ്രസംഗപീഠത്തിൽ നിന്ന് ഭണ്ഡാരത്തിൻ്റെ അരികിലേക്ക് മാറുന്നു. അവിടെ ധനികർ വലിയ തുകകൾ ഇടുന്നു. ഒരു ദരിദ്ര വിധവ 2 ചെറു നാണയങ്ങൾ ഇടുന്നു. യേശു പറയുന്നു, അവൾ എല്ലാവരിലും അധികമിട്ടിരിക്കുന്നു. യേശു ശതമാനതത്വത്തിലൂടെ ഇത് വിശദീകരിക്കുന്നു. അവർ അധികത്തിൽ നിന്ന് കൊടുത്തു, അവൾ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടുത്തു. അവർക്ക് ബാക്കി ഉണ്ടായിരുന്നു, അവൾക്ക് ബാക്കി ഒന്നും ഇല്ലായിരുന്നു. ദൈവം തുക നോക്കുന്നില്ല, സമർപ്പണത്തിൻ്റെ ശതമാനം നോക്കുന്നു. ഇന്ന് ഈ വചനം നമ്മോട് ചോദിക്കുന്നു, യേശു എൻ്റെ കർത്താവാണോ? എൻ്റെ വിശ്വാസം പ്രകടനമാണോ, സമർപ്പണമാണോ? ഞാൻ ദൈവത്തിന് ബാക്കി കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ഹൃദയം കൊടുക്കുന്നുണ്ടോ? ദൈവരാജ്യത്തിൻ്റെ മഹത്വം പണത്താലല്ല, ആത്മസമർപ്പണത്താൽ ആണ് അളക്കുന്നത്. ആ വിധവയുടെ വിശ്വാസവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.